അപ്പോൾ സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ഇനിയും ഞാൻ ലാഗ് എടുപ്പിക്കുന്നതനുസരിച്ച് എനിക്ക് ബസ് കിട്ടാനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഞാൻ വേഗം പോട്ടെ. ഹലോ, അപ്പം ഇന്നൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് പർച്ചേസിങ് വീഡിയോ ആണ്. ദയയുടെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ മനസ്സിൽ കുറച്ച് പ്ലാനിങ് ഉണ്ട്, എന്ത് വാങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ് ഉണ്ട്. അപ്പം ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നത്തെ പോലെ തന്നെ നമുക്ക് ഇന്നും ബസ് മിസ്സായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ബസ് പല ടൈമിലാണ് വരുന്നത്. 12:30-ക്കാണ് ബസ് എന്നെങ്കിലും ചിലപ്പോൾ അത് 12:15 വരും, ചിലപ്പോൾ 12:45 വരെ. അതിന് ഇഷ്ടമുള്ള സമയത്താണ് അത് വരുന്നത്. അങ്ങനെ ഇന്ന് ബസ് കുറച്ച് നേരത്തെ ആയിരുന്നു, അപ്പോൾ ബസ് നമുക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജീപ്പ് ഇറങ്ങിയ ഉടനെ തന്നെ വന്ന പാലത്രയിലോട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ വർക്ക് ചെയ്യുക. അപ്പോൾ അവളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെച്ചേക്കണേന്നൊക്കെ. അപ്പം അവളുടെ അമ്മ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെന്നിട്ട് ഇനി ഒന്ന് എടുത്താൽ മാത്രം മതി എന്ന കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി ചെന്ന് കഴിഞ്ഞിട്ട് ആ എമൗണ്ടിന് സംഭവം കിട്ടിയില്ലെങ്കിലും ഒന്നൊരു പേടി വേണ്ട. അപ്പം സംഭവം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്താ ഞാൻ വാങ്ങിയെന്ന്. എൻ്റെ ഗിഫ്റ്റ് വാങ്ങിക്കേണ്ടിട്ട് ഞാൻ നെക്സ്റ്റ് പോയത് എൻഗേയിലോട്ടായിരുന്നേ. അത് ശരിക്കും എൻ്റെ ഗിഫ്റ്റ് അല്ല, ഞാൻ എനിക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് വാങ്ങിക്കാൻ പോയത്. അപ്പം ഞാൻ അവിടെ പോയി അവൾക്ക് ഇഷ്ടപ്പെടും എന്ന് തോന്നിയ 2 ഡ്രസ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ അത് ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്താ എടുത്തതെന്ന്. അപ്പം ഞാൻ കടയിൽ കയറി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്ന ജീപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ചെന്നപ്പോഴേ ജീപ്പ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ആദ്യമേ അതിൽ ചടിക്കറിയിരുന്നു. പിന്നെ അധികം നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം അത് ആളുണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജീപ്പ്. വീട്ടിൽ വന്ന ശേഷം ഞാൻ പാക്കിംഗ് അങ്ങ് തുടങ്ങി. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ പാക്കിംഗ്. ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റമൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പാക്കിങ്ങിന് വലിയ പാടില്ലെന്നായിരുന്നു എൻ്റെ വിചാരം, പക്ഷെ നമുക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. ശരിക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് ദയെ കാണാതെ വീട്ടിലെത്തിക്കണം. അവളില്ലാത്തൊരു ദിവസം പോയി ഗിഫ്റ്റ് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ കുറച്ച് തിരക്കായത് കാരണം പോകാൻ പറ്റിയില്ല. അങ്ങനെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുൻപേ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ തലേന്ന് ചെയ്യുന്നത്. ഇന്നുകൂടി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് കൊടുക്കാൻ ഗിഫ്റ്റ് ഇല്ലാതെ വരും. അപ്പോൾ ഞാൻ വിചാരിച്ച അവൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഗിഫ്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ട് എത്തിക്കണം. എനിക്കത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ കാണാതെ എത്തിക്കണം. അങ്ങനെ ഞാൻ വീട്ടിൻ്റെ പുറകു വഴിയൊക്കെ വന്നിട്ട് ഗിഫ്റ്റ് വീടിൻ്റെ ബാക്ക് സൈഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ വന്ന് കയറി. എന്നിട്ട് അവൾ റൂമിൽ കയറി ടി വി എന്തോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ പോയി ബാക്കിൽ നിന്ന് ആ ഗിഫ്റ്റെല്ലാം എടുത്തുകൊണ്ട് വന്ന് റൂമിൽ കയറി കഥ അടച്ചു. എന്നിട്ടാണ് ഈ ഫുൾ വീഡിയോ ചെയ്യുന്നത്. ഭാഗ്യത്തിന് അവൾ ഗിഫ്റ്റ് കണ്ടിട്ടില്ലെങ്കിലും അവൾക്ക് മനസ്സിലായി ഞാൻ എന്തോ ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയി സംഭവമൊക്കെ അവൾക്ക് മനസ്സിലായി. പക്ഷേ എന്താ കൊടുക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കും അവൾക്ക് കിട്ടുന്നതെന്ന് നോ ഐഡിയ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ പാക്കിംഗ് ഒക്കെ തുടങ്ങിയാലോ. എനിക്ക് ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഞാൻ അത്ര നല്ല മൂഡിലല്ലായിരുന്നു ഡ്രസ്സ് വാങ്ങിക്കാൻ കയറിയപ്പം. എനിക്ക് ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള അബദ്ധങ്ങളാണ് ഞാൻ ഒറ്റയ്ക്ക് പോയ ദിവസം എനിക്ക് അന്ന് പറ്റിയത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി എന്ന്, എനിക്കിനി ഗിഫ്റ്റും വാങ്ങിക്കേണ്ട ഒന്നും വാങ്ങിക്കേണ്ട, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ വന്നാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ സാരമില്ല വാങ്ങിക്കാം, എന്തായാലും റിട്ടേൺ ചെയ്യാൻ പറ്റുമല്ലോ, 7 ദിവസം എന്തോ ഉണ്ട്. അപ്പോൾ ആ ദിവസം ടാഗൊന്നും അഴിക്കാതെ നമ്മൾ ബില്ലും കൊണ്ട് പോയിക്കാൻ നമുക്ക് ഡ്രസ്സ് റിട്ടേൺ കിട്ടുമല്ലോ. അപ്പോൾ വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ റിട്ടേൺ ചെയ്യാമെന്നുള്ള രീതിക്ക് തന്നെ ഞാൻ ഫുള്ള് പോയി വാങ്ങിയത്. ഈ ബാഗി ജീൻസും ഒരു ടീഷർട്ടും കൂടി ആയിരുന്നു അമ്മയുടെ വകയായിട്ട് ഞാൻ വാങ്ങിയത്. അപ്പം ഈ ജീൻസ് എനിക്ക് കണ്ടപ്പോഴേ വലിയ ഇഷ്ടം തോന്നിയില്ല, പക്ഷേ എനിക്ക് എടുക്കണമല്ലോ എന്ന രീതിക്ക് ഞാൻ അങ്ങ് എടുത്തത്. കാരണം എനിക്ക് ഒട്ടും മൂടില്ലാത്തതുകൊണ്ട് എന്തായാലും എടുക്കണം, വന്നതല്ലേ ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാം എന്ന രീതിക്ക് തന്നെ ഞാൻ എടുത്തത്. കാരണം എടുത്തപ്പോഴായാലും സൈസിൽ കുറച്ച് വലുതായിരുന്നു ഞാൻ എടുത്തപ്പം. അപ്പോഴേ എനിക്ക് മനസ്സിലായത് റിട്ടേൺ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ടാഗ് മാറ്റിയിട്ടില്ല. പക്ഷേ ടീഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് ഞാൻ അത് ടാഗ് മാറ്റി. പക്ഷേ ജീൻസിൻ്റെ കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായത് കൊണ്ട് ഞാൻ അത് ടാഗൊന്നും മാറ്റാതെ അതേപോലെ തന്നെ പാക്ക് ചെയ്തു. കാരണം റിട്ടേൺ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഇട്ട് നോക്കുമ്പം കറക്റ്റ് സൈസ് ആകുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവൾ തുറന്ന് നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയട്ടെ. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ ചെയ്യാം. എനിക്കിത് കവർ ചെയ്യാൻ വേണ്ടി ഗിഫ്റ്റ് പേപ്പർ ഒന്നും വാങ്ങിക്കാൻ ടൈം കിട്ടിയില്ല. എനിക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ജീപ്പ് കിടക്കുന്നുണ്ട്. ഞാൻ ഇനി ഗിഫ്റ്റ് പേപ്പർ ഒന്നും വാങ്ങിക്കാൻ വേണ്ടി വേറൊരിടത്തോട്ട് പോയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഈ ഡ്രസ്സ് കിട്ടിയ കവറിൽ തന്നെ അത് പാക്ക് ചെയ്യാമെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് എല്ലാം ഭയങ്കര സെപ്പറേറ്റ് ഒക്കെ ആക്കി കുറച്ച് ക്രാഫ്റ്റ് വർക്കൊക്കെ, മീൻസ് എന്താ പറയുക, ബർത്ത്ഡേ വിഷ് കാർഡോ അല്ലെങ്കിൽ കുഞ്ഞു ബൊക്കെയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കേക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു, കേക്ക് ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് സമയമില്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോയത് കാരണം എൻ്റെ ഈ ബർത്ത്ഡേയുടെ കുറച്ച് കാര്യങ്ങളെല്ലാം ഭയങ്കര ഫ്ലോപ്പായി. അതുപോലെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പോയത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ആ കാര്യം നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. നടക്കുമായിരിക്കും എന്നെനിക്കറിയില്ല നടക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ എങ്കിലും നടക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും അതെന്താ കാര്യം എന്ന്. ഇതാണ് കേട്ടോ ടീഷർട്ട്. എനിക്ക് ടീഷർട്ട് നല്ലതായിട്ട് ഇഷ്ടമായി. എനിക്ക് കളറ് നന്നായിട്ട് ഇഷ്ടമായി. ഇത് കണ്ടപ്പോഴേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അധികം ഓപ്ഷൻസ് നോക്കാൻ നിന്നില്ല. കണ്ടു ഇഷ്ടപ്പെട്ടു ഞാനിങ്ങനെ എടുക്കുക ചെയ്തത്. ഇതിൻ്റെ ടാഗ് ഞാൻ മാറ്റി. കാരണം എനിക്ക് മനസ്സിലായി ഇതെന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. എനിക്ക് കളർ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്തായാലും ഇനിയിപ്പം ഇത് ടാഗ് വെച്ചേക്കണ്ട, ഇതങ്ങ് അയച്ച് കളയാമെന്ന്. ഇതിൻ്റെ സൈഡിലൊരു കുഞ്ഞി പൂവുണ്ട്, നല്ല രസമായിട്ട് അത് കാണാൻ വേണ്ടിയിട്ട്.
ആ പൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കട്ട് ചെയ്ത് കളയാം. എനിക്ക് അവിടെ വെച്ച് ആ പൂ ഇങ്ങനെ കിടക്കുന്ന വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ വീട്ടിൽ വന്ന് നോക്കിയപ്പം ആ പൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് കട്ട് ചെയ്ത് കളയാനൊന്നും പോകുന്നില്ല, ഇങ്ങനെ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത്. കുറച്ച് ദിവസം മുൻപേ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു കുട്ടി ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ കാര്യമായി, ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. കാരണം ഞാൻ പാക്ക് ചെയ്യാൻ കവർ കൂടി വാങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം പാക്കിംഗ് കവർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്നത്. ആകെ എന്തെങ്കിലും ഞാൻ ഒരു ബോക്സ് മാത്രമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബാക്കിയുള്ളത് വെക്കാനും ഒന്നുമില്ല. പിന്നെ വിചാരിച്ചെങ്കിൽ ബാക്കിയുള്ളത് കവറിൽ തന്നെ വെക്കാം. ടീഷർട്ട് ബോക്സിലാക്കി, രണ്ടും കൂടെ ബോക്സിൽ വെച്ചപ്പോൾ ഒരു ഭംഗി എനിക്ക് തോന്നിയില്ല. അപ്പോൾ വിചാരിച്ചു സെപ്പറേറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ നോക്കുമ്പോൾ 3 ഗിഫ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇത് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം സെപ്പറേറ്റാണ് കൊടുത്തത്. ഞാൻ ഉണ്ടാക്കിയ ബോക്സിൽ വെച്ചത് ഈ ടീഷർട്ടാണ്. ടീഷർട്ട് ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്, ഭയങ്കര തൊടാനൊക്കെ ഭയങ്കര സോഫ്റ്റ്, അത് ഇടാനും നല്ല സുഖമുള്ള ഡ്രസ്സായിരിക്കും. പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു പഴയ ഒരു കവർ കിട്ടി, പക്ഷേ ആ പാക്കിംഗ് കവർ അത്ര കൊള്ളത്തില്ലായിരുന്നു. പിന്നെ വേറെ ഒരെണ്ണം എന്തെങ്കിലും ഉണ്ടായിരുന്നു പഴയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ട് പാക്ക് ചെയ്യാമെന്ന്. പിന്നെ അതെങ്ങനെയോ അത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് എനിക്ക് കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റിയ കാരണം എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. അത്രയ്ക്ക് ഭയങ്കര മോശമായിട്ടാണ് ഞാൻ നിന്നതെന്ന്. എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ഒരിക്കലും പറ്റുന്ന അബദ്ധങ്ങളൊന്നും അല്ല അന്ന് എനിക്ക് പറ്റിയത്. ഞാൻ ആദ്യം തന്നെ പോയത് പാലത്രയിലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വരെ എല്ലാം ഓക്കെ ആയിരുന്നു. ഞാൻ പാലത്രയിൽ പോയി. അപ്പം ഞാൻ പാലത്ര പോയിക്കൊണ്ട് നെക്സ്റ്റിന് എൻ കെയിൽ പോകണമല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് നടന്നു എൻ കെയിലോട്ട് വന്നു. എൻ കെയിലോട്ട് വരുന്ന വഴിക്കാണ് പെട്ടെന്ന് എൻ്റെ ബാഗ് പൊട്ടി താഴെ പോയി. അപ്പം ഞാൻ വെച്ചാൽ ഓക്കെ, ബാഗ് പൊട്ടി, അത് കുഴപ്പമില്ല, നമുക്കത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്നുള്ളതിലേക്ക് അത് ഞാൻ എടുത്തു. അതെങ്ങനെയോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ആ ബാഗ് ഒന്ന് പൊട്ടി താഴെ വീണൊന്ന് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഫോൺ പോയി. അതും എൻ്റെ പുതിയ ഫോൺ, ഞാൻ പൊന്നേ മുത്തേന്ന് പറഞ്ഞ് കൊണ്ട് കിടക്കുന്ന ഫോണാണ് താഴെ വീണത്. ഞാൻ ആദ്യം കരുതിയത് ഫോണിന് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, ദൈവം ഒന്നും പറ്റില്ലേ എന്ന് കരുതി ഞാൻ താഴെ നിന്നിട്ട് നോക്കിയത് മതി, കുറേ സ്ക്രാച്ച്. എൻ്റെ കിളി അപ്പോഴത്തേക്കും പോയി. ഞാനാണെങ്കിൽ അത് താഴെ വീഴാതെ ഭയങ്കര കെയറോട് കൂടി കൊണ്ടു കിടന്ന ഫോൺ. ആ ഫോണിൽ സ്ക്രാച്ച് വീണപ്പോൾ തന്നെ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ പെട്ടെന്ന് അമ്മയെ വിളിച്ചിട്ട് ചോദിച്ചു. അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എൻ്റെ ഫോൺ ഇങ്ങനെ താഴെ വീണാൽ എന്ത് വേണം, ഞാൻ സ്ക്രീൻ കാർഡ് മാറ്റട്ടെ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം. കാരണം എൻ്റെ ഫോൺ ഇങ്ങനെ സ്ക്രാച്ചായി കിടക്കുന്ന കാണുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. എൻ്റെ പഴയ ഫോണാണെങ്കിൽ തന്നെ കുറേ വർഷം ഉപയോഗിച്ചിട്ടും അതിലൊരു സ്ക്രാച്ച് പോലും വീഴാൻ ഞാൻ കൊണ്ടു കിടന്നു. ഇപ്പോൾ പുതിയതായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണ് ഇത്ര സ്ക്രാച്ചൊക്കെ വേണമെന്ന് പറഞ്ഞപ്പം എനിക്കെന്തോ ഭയങ്കര ഫീലായി. അമ്മയെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആയി, അത് കുഴപ്പമില്ല, നമുക്കത് സ്ക്രീൻ കാർഡ് ഒട്ടിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല, ചെറിയ സ്ക്രാച്ച് അല്ലേ എന്നൊരു സമാധാനം എനിക്ക് വന്നു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ കുട എടുക്കാൻ മറന്നു. ഞാൻ പാലത്രയിൽ പോയി അവിടെ നിന്ന് വന്നു, ഇനി തിരിച്ച് കുട എടുക്കാൻ പോകുന്ന കാര്യം ആലോചിക്കുമ്പം അവിടെയും പോയി എല്ലാം. ഞാൻ എങ്ങനെയോ ഇങ്ങ് വന്നു, ആ ഒരു വെയിലത്ത് ബാഗും പൊട്ടി ഫോണും പൊട്ടി എന്നുള്ള രീതിക്ക് ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഞാൻ കുടയും എടുക്കാൻ മറന്നുപോയി. പിന്നെ ഞാൻ ഉടനെ ആൻറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞു, ആൻറ്റി കുട അവിടെ ആയി, ഞാൻ വന്നെടുക്കാമെന്ന് പറഞ്ഞു. എനിക്ക് അന്നേരവും പോയി എടുക്കണം എന്നില്ല, അതവിടെ ഇരിക്കട്ടെ, പിന്നെ പോയി എടുക്കാം. പിന്നെ ഞാൻ ആലോചിച്ച ദയയുടെ കുടയാണ്, ഇനി വരുമ്പോൾ കുടയില്ലാതെ വന്നാൽ അവളുടെ എനിക്ക് കിട്ടും. അപ്പം എങ്ങനെയോ ഞാൻ പോയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ച് വരുന്ന വഴിക്ക് എവിടെ വെച്ചാണോ എൻ്റെ ബാഗ് എൻ്റെ കൈ വീണ് പൊട്ടിയത്, അവിടെ വന്നപ്പോൾ വീണ്ടും ആ ബാഗ് പൊട്ടി. എനിക്കാണെങ്കിൽ എന്തോ ചെയ്യണം എന്നും അറിയത്തില്ല. എനിക്കങ്ങ് ഒരുമാതിരി വരും, ദേഷ്യം വരുന്നത്, വിഷമം വരുന്നത്, എന്താ വരുന്നത് എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനും തോന്നുന്നില്ല, എനിക്ക് അവിടെ നിന്ന് നടക്കാനൊന്നുമില്ല, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള അവസ്ഥ. ലാസ്റ്റ് കുറച്ച് നേരം ഞാൻ അവിടെ അങ്ങ് നിന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ കുറച്ച് അബദ്ധമൊക്കെ പറഞ്ഞു. കുഴപ്പമില്ല, നീ ഇനി വാന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് അവിടെ വന്നപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു, കുഴപ്പമില്ല, എന്തായാലും വന്നതല്ലേ, ഡ്രസ്സ് കൂടെ വാങ്ങി പോവാം എന്ന രീതിക്കാണ് ഞാൻ എനിക്ക് കയറി. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ പോയത്, ബാഗ് പൊട്ടി. ഞാൻ എങ്ങനെയോ സെറ്റ് ചെയ്ത ബാഗാണ് വീണ്ടും പൊട്ടിയത്. പിന്നെ ഞാൻ അത് കവറിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ മൊത്തത്തിൽ ബാഗ് ഒന്നല്ല 2 വട്ടമാണ് പൊട്ടിയത്. എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ കിളി ഫുള്ള് പോയായിരുന്നു. പിന്നെ കടയിൽ കയറിയപ്പം എന്തെടുക്കണം, എങ്ങനെ എടുക്കണം, അത് കൊള്ളാവോ ഇത് കൊള്ളാവോ എന്ന് ആലോചിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് എനിക്ക് കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. എനിക്ക് പറ്റുന്ന പോലത്തെ 1-2 ക്ലിപ്സ് മാത്രമേ ഞാനത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളൂ. എനിക്കതിന് അത്രയ്ക്ക് ഒരുമാതിരിയായിരുന്നു. എങ്ങനെയോ ഞാനിങ്ങനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ബാഗും പൊട്ടി, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ആ ഒരു സമയത്ത്. അങ്ങനെ ഒരിത് എനിക്കുണ്ടായി. കഥ പറഞ്ഞ് തീരുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാക്കിങ് അത്യാവശ്യം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാനെല്ലാം ഒരുവിധം സെറ്റാക്കി വെച്ചത്. ഇരിക്കുന്നതാണ് എൻ്റെ ബാഗ് പൊട്ടിപ്പോയത്. എനിക്കിപ്പോഴും അത് കാണുമ്പോൾ എനിക്കതാ ഓർമ്മ വരുന്നത്. കാരണം 2 വട്ടം ബാഗ് പൊട്ടുകയെന്ന് വെച്ചാൽ വളരെ വല്ലാത്ത അവസ്ഥ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പോയ വഴിക്ക് 2 ഓറിയോ ബിസ്ക്കറ്റ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പം വിചാരിച്ചു കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ടെങ്കിൽ വിചാരിച്ചു ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന രീതിക്ക് നമുക്ക് ഓറിയോ കേക്ക് ഉണ്ടാക്കാം. ഡേക്കാണെങ്കിൽ വൈറ്റ് കേക്കിനെക്കാട്ടിലും ഇഷ്ടം കുറച്ച് ബ്ലാക്ക് വരുന്ന കേക്ക്സാണ്. അപ്പോൾ വിചാരിച്ചു എങ്കിൽ പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ ഓറിയോ വെച്ചിട്ട് എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പം ആ വീഡിയോ ഞാൻ പതിയെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതേപോലെ ഞാൻ വേറെ 2 സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്. ഒരു കുഞ്ഞി ക്ലിപ്സും പിന്നെ 2 നോസ് സ്ട്രിപ്പ് ഞാൻ അല്ലാതെ എനിക്ക് വേണ്ടി വാങ്ങിയതാണ്. പിന്നെ ആ കുഞ്ഞ് ക്ലിപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ വിചാരിച്ചു അതുകൂടി എടുക്കാം. അവൾ കോളേജിലൊക്കെ പോലെ പലതരത്തിലുള്ള ഹെയർ സ്റ്റൈൽസൊക്കെ ട്രൈ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞ് ക്ലിപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഹെയറിൽ കുത്തുന്ന ക്ലിപ്പും നോസ് സ്ട്രിപ്പും ഞാൻ വാങ്ങിക്കണമെന്ന് പ്ലാൻ ചെയ്ത് പോയൊന്നുമില്ല. അവിടെ ചെന്നപ്പോൾ എനിക്ക് എന്തോ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ എടുത്തതാണേ. അപ്പോൾ പിന്നെ വിചാരിച്ചു ക്ലിപ്പ് എന്തായാലും ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നോസ് സ്ട്രിപ്പ് ഞാൻ അല്ലാതെ തന്നെ വാങ്ങിയതാട്ടോ.
നിങ്ങളെ ഞാൻ എൻ്റെ ഗിഫ്റ്റ് കാണിച്ചില്ലല്ലോ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ പാലത്തിൽ പോയ സമയത്ത് അഞ്ജനയുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയോട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻറ്റി എനിക്ക് ഒരു ടിഷ്യൂവിൻ്റെ ബോക്സും പിന്നെ ഒരു സൈഡ് ബാഗ്, ഒരു കുഞ്ഞ് ഹാൻഡ് ബാഗും തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ക്യൂട്ടായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബാഗാണിത്. കാണാൻ നല്ല ഭംഗി, ഒരു പിങ്ക് കളറൊക്കെ വരുന്ന നല്ലൊരു ബാഗാണ്. ഞാൻ കാണിച്ചു തരാവേ. ഇതാ കണ്ടില്ലേ, ഇതാണ് ആ ബാഗ്. അതിനകത്തൊരു മഞ്ഞ തുണിയുണ്ട്, ഭയങ്കര സോഫ്റ്റ് തൊടാൻ വേണ്ടിയിട്ട്. ഇതെനിക്ക് കുറച്ച് സംഭവമൊക്കെ ഇത് മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ച് വർക്കൊക്കെ ചെയ്ത് ബാഗിനെ ഒന്ന് സുന്ദരക്കുട്ടപ്പനാക്കണം എനിക്ക്. ഞാൻ കുറച്ച് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ എന്ത് ചെയ്യണം എന്നൊക്കെ. കാരണം അതിൻ്റെ വലിപ്പം കുറച്ച് വലുതാണ്. അപ്പോൾ വിചാരിച്ച് കട്ട് ചെയ്ത് ചെറുതാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒരു കുഞ്ഞു ബാഗ് എന്ന രീതിക്ക് യൂസ് ചെയ്യാം. കാരണം അതിൻ്റെ വീതി കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതെന്തെങ്കിലും ചെയ്തൊരു നല്ല ബാഗാക്കി എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങി എൻ്റെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കാണണ്ടേ. ഇടയ്ക്കൂടി ഞാൻ ആ സംഭവം കാണിക്കുന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഈ ഒരു കുഞ്ഞു പെൻഡൻ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത്. അതിനകത്ത് റേറ്റൊന്നും ആയിട്ടില്ല, ഭയങ്കര റേറ്റ് കുറഞ്ഞൊരു സാധനമാണ്. എനിക്ക് പറ്റുന്ന പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ചൊരു കുഞ്ഞു ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ലവ് ഷേപ്പിനകത്ത് ചെറിയ സ്റ്റോണൊക്കെ വന്നിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ദയക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള വീഡിയോ, അവളുടെ എക്സ്പ്രഷൻസ്, അവളുടെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഞാൻ പുതിയൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം തന്നെ ഈ വീഡിയോ നല്ല ലോങ് ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കുട്ടി പാക്കിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി ദയ കാണാതെ ഇത് ഒളിപ്പിച്ച് വെക്കുക എന്നതാണ് അടുത്ത ടാസ്ക്. അപ്പം ഞാൻ പലതും പല ഭാഗത്താക്കി വെക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരെണ്ണം കണ്ടാൽ തന്നെ ബാക്കി എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെന്ന് നമ്മൾ അറിയരുത്. എനിക്ക് ലോക്കറ്റിൻ്റെ കാര്യം അവൾ എങ്ങും അറിയില്ലെന്ന് വെച്ചാൽ അവൾ ഒരിക്കലും നോക്കില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ളൊരു ഭാഗത്താണ് ഞാൻ ലോക്കറ്റ് കൊണ്ട് വെച്ചേക്കുന്നത്. ബാക്കിയും അവൾ നോക്കില്ല എങ്കിലും ഞാൻ ലോക്കറ്റ് വെച്ചാൽ അവൾ എന്തായാലും നോക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. പാക്ക് ചെയ്ത വീഡിയോ ആണ്. ഇനി ആയിരിക്കും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള അവളുടെ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അതെല്ലാം വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.